ഇപ്പോൾ കറങ്ങുന്ന മറ്റൊരു വിവാദമുണ്ട്. എല്ലാം വിവാദമാണല്ലോ, ഇവിടെ സംവാദമില്ലല്ലോ. കേരളത്തിൽ സംവാദത്തിന് വേണ്ടിയിട്ടാണ് ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്, സംവാദങ്ങളിലൂടെ. പക്ഷേ ഇവിടെ വിവാദമേ ഉള്ളൂ. എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഉദാരമായ നിങ്ങളുടെ വിലയേറിയ ചെറിയ ചെറിയ സംഭാവനകൾ ഞങ്ങളുടെ ഗൂഗിൾ പേയിലും അതുപോലെ തന്നെ വിലയേറിയ പരസ്യങ്ങൾ ഞങ്ങളുടെ വാട്സപ്പിലും നിങ്ങൾ അയച്ചു തരിക. വാട്സപ്പ് നോമിനൽ റേറ്റിൽ പരസ്യം കൊടുക്കാൻ കഴിയും. ഉദാരമായ സംഭാവനകൾ നൽകണം. പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ചാനലിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. ദേവസ്വം ബോർഡ് കോളേജുകളിൽ, ദേവസ്വം അമ്പലങ്ങളിൽ ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമേ അവിടെ പൂജാരിയാകാൻ കഴിയുകയുള്ളൂ. അതുപോലെ ദേവസ്വം ബോർഡ് കോളേജുകളിൽ ഒരുപാട് അല്ലാത്ത ആളുകൾ കയറി പറ്റിയിട്ടുണ്ട്. അവർ ദേവസ്വം ബോർഡ് കോളേജ്, ഇപ്പോൾ ദീപാ നിശാന്ത്, പ്രിയ വർഗീസ്, അങ്ങനെ കുറേ ആളുകൾ ദേവസ്വം ബോർഡ് കോളേജുകളിൽ കയറി പറ്റിയിട്ടുണ്ട്. അടിയന്തരമായി ഇനി ഉള്ളവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായമില്ല, അതൊരു വേറൊരു വിഷയമാണ്, ലീഗൽ വിഷയമാണ്. ഇനിയെങ്കിലും ദേവസ്വം ബോർഡ് കോളേജുകളിൽ അഡ്മിഷൻ പിന്നെ കോളേജിൻ്റെ സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ ലെക്ചർ മുതൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ മുതൽ പിയൂൺ വരെ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ മുതൽ പിയൂൺ വരെയുള്ള ദേവസ്വം ബോർഡുകളിൽ ജോലി കൊടുക്കുമ്പോൾ ഞങ്ങൾ ഹിന്ദുമത വിശ്വാസികളാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കണം. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ ആളുകൾ അമ്പലത്തിലിടുന്ന പൈസ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പം അമ്പലത്തിലുള്ള പൈസ കൊണ്ട് തുടങ്ങിയ ദേവസ്വം ബോർഡ് കോളേജുകളിൽ ഇരുന്നിട്ട് ഹിന്ദു വിരുദ്ധതയും മറ്റ് കാര്യസവും കമ്മ്യൂണിസവും സോഷ്യലിസവും മാവോയിസവും നക്സലിസവും യുക്തിവാദവും പിന്നെ ശാസ്ത്രവാദവും എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ, കുറേ വനിതകൾ ഇറങ്ങിപ്പുറപ്പെട്ടുണ്ട്, പുരുഷന്മാരുമുണ്ട്. അത് ശരിയല്ല, ഒരു കാരണവശാലും ശരിയല്ല. ഹിന്ദു ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൃത്യമായി ഉപയോഗിച്ച് ചെയ്യുന്ന ദേവസ്വം ബോർഡ് കോളേജുകളിൽ ഹിന്ദു വിശ്വാസികളായിട്ടുള്ളവരെ മാത്രമേ, അങ്ങനൊരു അപ്ഡേറ്റ് വാങ്ങിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കൊടുക്കാവൂ. എപ്പോഴാണോ അവർക്ക് ഹിന്ദു വിശ്വാസം നഷ്ടപ്പെട്ടവർ യുക്തിവാദിയും മറ്റേതാവുന്നില്ല, അപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടും. ഒരു കാരണവശാലും ഹിന്ദു വിശ്വാസികളല്ലാത്തവർ ചെയ്യാൻ പാടില്ല. സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃതത്തെ കൂടുതൽ സ്നേഹിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കേ ഇത് കൊടുക്കാവൂ. അല്ലാതെ പ്രശ്നം ഇതൊക്കെ ഉണ്ടോ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നിട്ട് ആളുകൾ മലയാളം സർവകലാശാലയിൽ പ്രൊഫസറാവാൻ പറ്റില്ല. അത് തിരിച്ച് ചിന്തിക്കണം. കാരണം മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് മലയാളം സർവകലാശാല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില വൈകാരികമായ തീരുമാനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ക്രിസ്തീയ ക്ഷേത്രങ്ങളിൽ, ക്രിസ്തീയ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ നിന്ന് കോവിഡ് വന്നപ്പോൾ, പിന്നെ വെള്ളപ്പൊക്കം വരുമ്പോൾ, ഉരുൾപൊട്ടൽ വരുമ്പോഴൊക്കെ അവരെ പാവപ്പെട്ട ആളുകളെ അവർ സഹായിക്കും. കാരണം സ്വത്തിരിക്കുന്ന അവരുടെ കയ്യിലാണ്. അമ്പലത്തിലാണെങ്കിൽ അമ്പല സ്വത്തിരിക്കുന്നത് സർക്കാരിലാണ്. ഇത് സർക്കാർ എടുക്കുകയും പലപ്പോഴും ദേവസ്വം ബോർഡിൽ നിന്നൊക്കെയുള്ള ഗുരുവായൂർ ദേവസ്വത്തിൻ്റെയൊക്കെ പൈസ വകമാറ്റി ചെലവഴിച്ചതിൻ്റെ ഹൈക്കോടതി ഉത്തരവ് വരെയുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് സർക്കാർ എടുത്തിട്ട്. അതുകൊണ്ട് ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് കൊടുക്കുക, ദേവസ്വം ബോർഡ് ഹിന്ദുക്കൾക്കുള്ളതാക്കി മാറ്റുക, അത് മറ്റുള്ളവർക്കുള്ളതല്ല. അതുപോലെ തന്നെ ദേവസ്വം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും കുറേ മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. ആറ്റുകാൽ ക്ഷേത്രം പോലെയുള്ള ഹിന്ദുക്കളുടെ കയ്യിലിരിക്കുന്ന ചക്കുളത്ത് കാവിലമ്മയോ ആറ്റുകാൽ ക്ഷേത്രമോ പോലുള്ള ട്രസ്റ്റുകളുടെ കയ്യിലിരിക്കുന്ന ക്ഷേത്രമാകട്ടെ, ചെറിയ കാവുകളാകട്ടെ, ഹിന്ദുക്കളുടെ കയ്യിലിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ വരുന്ന വരുമാനം അധികമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിത്യനിദാന ചെലവുകൾക്ക് പുറമേ കഴിഞ്ഞ് പണം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യണം. നിങ്ങൾ ആശുപത്രി നടത്തണം, ഹോസ്പിറ്റൽ നടത്തണം, കല്യാണ മണ്ഡപം, പാറ്റോക്കോലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഹോസ്പിറ്റലും കല്യാണ മണ്ഡപമൊക്കെ നടത്തുന്നുണ്ട്, ആംബുലൻസൊക്കെ ഉണ്ട്. പക്ഷേ അത് പോരാ. നിങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നടത്തണം, മതപഠനശാലകൾ നടത്തണം. പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളോടും അനുബന്ധിച്ച് ഹിന്ദു മത പാഠശാലകൾ നടത്താൻ ഒരു ഉത്തരവുണ്ട്. ഒരു ക്ഷേത്രവും അത് ചെയ്യുന്നില്ല. എല്ലാ ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഹിന്ദുമത പാഠശാലകൾ വരട്ടെ, ഹിന്ദുമതത്തെ പഠിപ്പിക്കുന്ന, കാരണം ഇതൊരു സനാതനമായ ധർമ്മമാണ്. ആരെയും കൊല്ലാനും കൊലവിളിക്കാനും പറയുന്നൊരു സംവിധാനമല്ല. ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു സംവിധാനമാണ്. അതെല്ലാവരും പഠിക്കട്ടെ, അതിനുള്ള സംവിധാനം ഉണ്ടാകണം. ഞാനീ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡ് കോളേജുകളിലും സ്കൂളുകളിലും ഇതിനെ സംബന്ധിച്ച് തീരുമാനമുണ്ടാവണം. ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അത് ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം. ഇതൊക്കെ വളരെ പ്രധാനമാണ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് വിശ്വാസത്തെ സംരക്ഷിക്കാൻ കഴിയുന്നത്. മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും പള്ളിയുടെ സ്വത്ത് അവർ തന്നെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ട്രസ്റ്റായിട്ടുള്ളവരുണ്ട്, അല്ലാതെ സഭകൾ നടത്തുന്നവരുണ്ട്, കമ്മിറ്റി നടത്തുന്നവരുണ്ട്, അവരത് നടത്തുന്നു. അവർ ഇഷ്ടമുള്ളതുപോലെ വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതേസമയം ഹിന്ദുമതത്തെ സംബന്ധിച്ച് ഇത് പൊതു ഖജനാവിൽ വരികയും മറ്റ് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പണം എടുത്ത് ചെലവഴിക്കുകയും ചെയ്യുന്നത് ദ്രോഹമാണ്. 1 രൂപ മുതൽ 2 രൂപ മുതൽ 5 രൂപ മുതൽ ചെറിയ ചെറിയ കാണിക്കകൾ ചേരുന്ന തുട്ടുകൾ, നാണയത്തുട്ടുകൾ ചേരുന്ന പണമാണ് ഓരോ ക്ഷേത്രത്തിലും കിട്ടുന്നത്. അവിടുത്തെ പോറ്റിക്ക് അത് വളരെ കുറഞ്ഞ് ശമ്പളമേ കിട്ടുന്നുള്ളൂ. തിരുമേനിമാർക്കും
കഴകക്കാർക്കുമൊക്കെ അവർക്ക് നല്ല ശമ്പളം കൊടുക്കണം. അതുപോലെ തന്നെ തീർച്ചയായും ഇത് അവരുടെ ഇതിനു വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. അതിനുള്ള സാമൂഹ്യ സമ്മർദ്ദം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരട്ടെ.